നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും വിപ്ലവങ്ങളുടെയും രാഷ്ട്രീയ അക്രമങ്ങളുടെയും വിളനിലമായിരുന്ന പശ്ചിമ ബംഗാളിൽ ചരിത്രപരമായൊരു ഭരണമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലം ബംഗാൾ രാഷ്ട്രീയത്തെ അടക്കി ഭരിച്ച മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ വൻ തകർച്ചയുടെയും രാഷ്ട്രീയ മാറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേതാക്കളുടെ കൂട്ട അറസ്റ്റുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമുഖ TMC നേതാവ് അബ്ദുൽ ഖാദർ ഹക്കിനെ പശ്ചിമ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് മമതാ ബാനർജിക്കും പാർട്ടിക്കും കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അഴിച്ചുവിട്ട അക്രമ രാഷ്ട്രീയത്തിന് മേലുള്ള പുതിയ സർക്കാരിൻ്റെ ശക്തമായ പ്രഹരമായിട്ടാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി മെയ് 9 അധികാരം ഏറ്റെടുത്തതോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിത്തറ പൂർണ്ണമായും ഇളകിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ കോട്ടയായിരുന്ന ഭവാനിപൂർ മണ്ഡലത്തിൽ 15,000-ലധികം വോട്ടുകൾക്ക് മമതയെ നേരിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുവേന്ദു അധികാരി ചരിത്ര വിജയം കുറിച്ചത്. BJP 206 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വെറും 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ TMC നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന കള്ളപ്പണം വെളുപ്പിക്കൽ, ഭൂമി കയ്യേറ്റം, അക്രമം എന്നീ പരാതികളിൽ പുതിയ സർക്കാർ കർശനമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കുച്ച് ബീഹാറിൽ നിന്നുള്ള പ്രമുഖ നേതാവ് അബ്ദുൽ ഖാദർ ഹക്കിനെ പോലീസ് ജയിലിൽ അടച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായ രീതിയിൽ ശാരീരിക ആക്രമണങ്ങളും അരാജകത്വവും അഴിച്ചുവിട്ടു എന്ന ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അബ്ദുൽ ഖാദർ ഹക്കിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ഭാരതീയ ന്യായ സംഹിതയുടെ കടുത്ത വകുപ്പുകൾ ഉപയോഗിച്ചാണ് അക്രമികൾക്കെതിരെ കേസെടുക്കുന്നത്. 2021 മുൻ തെരഞ്ഞെടുപ്പുകളിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്വേഷണം പൂർത്തിയാകാത്ത കൊലപാതക അക്രമ കേസുകളെല്ലാം പുനരന്വേഷിക്കുവാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 458 പുതിയ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും 181 പുതിയ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും മുൻപ് ഫൈനൽ റിപ്പോർട്ട് നൽകി അവസാനിപ്പിച്ച 59 കേസുകൾ വീണ്ടും തുറക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഇരകൾക്ക് ധൈര്യമായി മുന്നോട്ട് വന്ന് പരാതി നൽകാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തൃണമൂൽ കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. പാർട്ടി നേരിട്ട ഈ അത്ഭുതപൂർവമായ തകർച്ചയിൽ നിന്നും നേതാക്കളുടെ അറസ്റ്റിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സമയത്ത് കേന്ദ്രസേന നിഷ്ക്രിയരായിരുന്നുവെന്നും തങ്ങളുടെ ഏജന്റുമാരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം പുറത്താക്കിയാണ് BJP വിജയം നേടിയതെന്നുമാണ് തൃണമൂലിൻ്റെ വാദം. എന്നാൽ മമതയുടെ ഈ വിലാപങ്ങളെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ബംഗാളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഗുണ്ടാരാജിനും അഴിമതിക്കുമെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ ജനവിധിയാണ് ഈ ഭരണമാറ്റമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഈ രാഷ്ട്രീയ ഭൂകമ്പവും അബ്ദുൽ ഖാദർ ഹക്കിനെ പോലെയുള്ള ഉന്നത നേതാക്കളുടെ അറസ്റ്റും വ്യക്തമാക്കുന്നത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നതാണ്. അധികാരത്തിൻ്റെ ബലത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച തൃണമൂൽ കോൺഗ്രസിന് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണിത്. നിയമവാഴ്ച ഉറപ്പാക്കുമെന്നും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുവാൻ BSFന് ഭൂമി കൈമാറുമെന്നുമുള്ള സുവേന്ദു അധികാരി സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങൾ ബംഗാളിൽ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ TMC നേതാക്കൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന സൂചനകൾ മമതയുടെ പാർട്ടിയുടെ പൂർണ്ണമായ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മമതയെ അവരുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദുവിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിത്തട്ടിലെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മെയ് 9 അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ മുൻ ഭരണകാലത്ത് നടന്ന എല്ലാ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടു. 2021 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഫയലിൽ ഒതുക്കിയ 458 കേസുകളാണ് പോലീസ് ഇപ്പോൾ വീണ്ടും തുറന്നിരിക്കുന്നത്. അബ്ദുൽ ഖാദർ ഹക്കിൻ്റെ അറസ്റ്റ് ഈ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി മാത്രമാണ്. നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അത് പാർട്ടിയുടെ പരമാധികാരിയെ മമതാ ബാനർജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മമതയെ പ്രതികൂട്ടിലാക്കുന്ന അഴിമതി പരമ്പരകൾ ധാരാളമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനത്തിന് ആക്കം കൂട്ടിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബംഗാളിൽ ഉയർന്നു വന്ന സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ്. സ്കൂൾ സർവീസ് കമ്മീഷൻ വഴി നടന്ന അധ്യാപക നിയമന അഴിമതി, കൽക്കരി കള്ളക്കടത്ത് കേസ്, റേഷൻ വിതരണത്തിലെ കോടികളുടെ ക്രമക്കേട്, ശാരദ റോസ്വാലി ചിട്ടി ഫണ്ട് തട്ടിപ്പുകൾ എന്നിവയെല്ലാം തൃണമൂൽ ഭരണത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. മമതയുടെ വിശ്വസ്തരായിരുന്ന പാർത്ഥ ചാറ്റർജി, അനുബത്ര മണ്ഡൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ നേരത്തെ തന്നെ ജയിലിലായി കഴിഞ്ഞു. മമതയുടെ കുടുംബാംഗങ്ങളും പാർട്ടിയുടെ ഭാവി നേതാവുമായ അഭിഷേക്
ബാനർജിക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലവിലുണ്ട്. ഈ അഴിമതികളെല്ലാം മുഖ്യമന്ത്രിയായിരുന്ന മമതയുടെ അറിവോടെയും സമ്മതത്തോടെയുമായിരുന്നു എന്നതെന്ന ശക്തമായ തെളിവുകൾ പുതിയ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ തണലിൽ ഇത്രയും കാലം മൂടിവച്ചിരുന്ന ഫയലുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മമതയ്ക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഒളിച്ചോടാൻ കഴിയില്ല. അഴിമതിക്ക് പുറമെ ബംഗാൾ രാഷ്ട്രീയത്തെ മലിനമാക്കിയ മറ്റൊന്ന് തൃണമൂലിൻ്റെ ക്രൂരമായ അക്രമ രാഷ്ട്രീയമായിരുന്നു. പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വധിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക എന്നിവ TMC ഗുണ്ടകളുടെ സ്ഥിരം ശൈലിയായിരുന്നു. സന്ദേശ് ഖലിയിൽ തൃണമൂൽ നേതാക്കൾ നടത്തിയ ക്രൂരതകൾ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഒന്നായിരുന്നു. അബ്ദുൽ ഖാദർ ഹക്കിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള പോസ്റ്റ് പോൾ ആക്രമണങ്ങളാണ്. പുതിയ BJP സർക്കാർ ഭാരതീയ ന്യായ സംഹിതയുടെ കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഈ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നത്. ക്രമസമാധാന പാലനത്തിൻ്റെ തകർച്ചയ്ക്കും പാർട്ടി ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകിയതിനും അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന മമതാ ബാനർജിക്ക് നിയമപരമായി മറുപടി പറയേണ്ടി വരും. ഇരകൾ ഭയമില്ലാതെ പരാതിയുമായി മുന്നോട്ട് വരുന്നത് മമതയുടെ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന ശക്തമായ തെളിവുകളായി മാറും. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും പോലീസ് നടപടികളും സൂചിപ്പിക്കുന്നത് മമതാ ബാനർജിയുടെ അറസ്റ്റ് എന്നത് ഒരു വിദൂര സാധ്യത അല്ല എന്നതാണ്. നിയമവാഴ്ച പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന സുവേന്ദു അധികാരി സർക്കാരിൻ്റെ നിലപാടും കേന്ദ്ര ഏജൻസികളുടെ കർശനമായ അന്വേഷണങ്ങളും മമതയ്ക്ക് ചുറ്റുമുള്ള വലയം മുറുക്കുകയാണ്. അബ്ദുൽ ഖാദർ ഹക്കിൻ്റെ അറസ്റ്റിലൂടെ തൃണമൂലിൻ്റെ അക്രമ സിൻഡിക്കേറ്റിൻ്റെ വേരുകളാണ് പുതിയ സർക്കാർ അറുത്തുമാറ്റുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വരുന്നതോടെ അഴിമതിയുടെയും അക്രമങ്ങളുടെയും സൂത്രധാര എന്ന നിലയിൽ മമതാ ബാനർജി എന്ന മുൻ മുഖ്യമന്ത്രിക്ക് കമ്പിയഴിക്കുള്ളിൽ കഴിയേണ്ടി വരുമെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ബംഗാൾ ചരിത്രത്തിലെ ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒന്നായിരിക്കും ആ നടപടി. ഇത്രയും കാലം ഭരണകക്ഷിയുടെ തണലിൽ എന്തും ചെയ്യാമെന്ന ധാർമ്മികതയിലായിരുന്നു രാഷ്ട്രീയ ഗുണ്ടകൾ പ്രവർത്തിച്ചിരുന്നത്. പ്രതിപക്ഷ പ്രവർത്തകരെ ആക്രമിച്ചാലും പോലീസ് കേസെടുക്കില്ലെന്ന ഉറപ്പാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചിരുന്നത്. എന്നാൽ കുച്ച്ബിഹാറിലെ അബ്ദുൽ ഖാദർ ഹക്കിനെ പോലെയുള്ള ഉന്നത നേതാക്കൾ തന്നെ ഇപ്പോൾ ജയിലിലായതോടെ ഭരണം മാറിയാൽ തങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന ബോധ്യം പ്രാദേശിക ക്രിമിനലുകൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഫയലിൽ ഒതുക്കിയിരുന്ന നൂറുകണക്കിന് കേസുകളാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നത് പുതിയ അക്രമങ്ങൾ തടയുവാൻ സഹായിക്കും. വെറും നിസ്സാരമായ വകുപ്പുകൾ ചാർത്തി പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന പഴയ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. കേന്ദ്ര നിയമമായ ഭാരതീയ ന്യായ സംഹിതയുടെ കടുത്ത വകുപ്പുകൾ ഉപയോഗിച്ചാണ് പുതിയ പോലീസ് സംഘം കേസെടുത്തിരിക്കുന്നത്. ഇത് കുറ്റവാളികൾക്ക് അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നത് തടയുകയും ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഇരകൾക്ക് ധൈര്യമായി മുന്നോട്ട് വന്ന് പരാതി നൽകാമെന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനം ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃണമൂൽ ഗുണ്ടകളെ ഭയന്ന് ഒളിച്ചോടിയവരും പരാതി നൽകാൻ മടിച്ചവരും ഇപ്പോൾ കൂട്ടത്തോടെ പോലീസിനെ സമീപിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ വേരിറക്കുവാൻ സഹായിക്കും. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരെയും ആക്രമിക്കാമെന്നും ഭീഷണിപ്പെടുത്താമെന്നുമുള്ള ഒരു സംസ്കാരം ബംഗാളിൽ ഇനി അത്ര എളുപ്പത്തിൽ നടപ്പിലാകില്ല. നിയമം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ അക്രമ രാഷ്ട്രീയത്തെ ആശ്രയിച്ചിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും അണികളും വലിയ പ്രതിരോധത്തിലാകിയിരിക്കുകയാണ്. ഈ മാറ്റം വരും ദിവസങ്ങളിൽ ബംഗാളിൽ കൂടുതൽ ശാന്തവും ജനാധിപത്യപരവുമായ ഒരു അന്തരീക്ഷം തുറക്കാൻ വഴി തുറക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.